ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്ന് കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. ഇന്ന് എൻ്റെ വ്യൂവേഴ്സിന് എന്ത് സന്ദേശമാണ് ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനച്യുതഃ അനാത്മനാസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവച്ച്. എന്ന് വെച്ചാൽ മനസ്സിനെ കീഴടക്കിയവന് മനസ്സാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മളുടെ മനസ്സിനെ കീഴടക്കുക എന്ന് പറഞ്ഞത് വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്, അല്ലേ? സാധാരണ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനെ കീഴടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനോളം നല്ല ഒരു സുഹൃത്ത് നമുക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നിങ്ങളുടെ അഹങ്കാരത്തെ കീഴടക്കുക എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു റെമഡി എന്താണെന്ന് ചോദിച്ചാൽ, ബന്ധങ്ങളിലെ നിങ്ങളുടെ അഹങ്കാരം നിയന്ത്രിക്കുക, വിനയവും മനസ്സിലാക്കലും പരിശീലിക്കുക. എന്താണ് നമ്മൾ മനസ്സിലാക്കൽ എന്ന് പറയുന്നത്? ഒരു വ്യക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല സന്ദർഭങ്ങളിലും നമുക്കത് കഴിയാതെ പോകുന്നു. സാഹചര്യത്തിൻ്റെ ആ ഒരു അനുകൂലമായ അവസ്ഥ വെച്ചിട്ട് നമ്മൾ പലരെയും തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമ്മുടെ നാവിൽ നിന്ന് അനാവശ്യമായ വാക്കുകൾ പുറപ്പെടുന്നു. ബന്ധങ്ങൾ അവിടെ മുറിയുന്നു, അല്ലെങ്കിൽ അവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം തന്നെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ അഹങ്കാരമാണ്. ആ അഹങ്കാരത്തെ നമ്മൾ നിയന്ത്രിക്കുക. അതായത് നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കീഴടക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സായിരിക്കും എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു നല്ല സുഹൃത്തായിട്ട് ഉണ്ടാകുക എന്നാണ് നമുക്കിന്ന് കിട്ടിയ സന്ദേശം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.